ഉല്ലാസ് ബാബു, രവിശങ്കർ ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള മറുപടി മറ്റൊരു കാര്യം കൂടി നോക്കൂ. ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത ദിവസം തന്നെ ഈ സ്വർണ്ണപ്പാളി, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അത് രണ്ടാം വട്ടം കൊണ്ടുപോയല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ അതൊക്കെ സ്വർണം പൂശിയതിന് ശേഷം ഇന്ന് അതവിടെ വീണ്ടും ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്, പുനഃപ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ. നോക്കൂ, അപ്പോൾ അതുമാത്രമല്ല, ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത് കൊണ്ടുപോയതിനേക്കാൾ കൂടുതൽ സ്വർണം പൂശിയിട്ടുണ്ട് എന്നാണ്. അതെന്തോ വലിയൊരു ക്രെഡിറ്റ് പോലെയാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു 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 കേസ് നടക്കുന്ന സമയത്ത്, സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് തൊണ്ടി മുതലായിട്ടുള്ള ഒരു വസ്തു, ആ വസ്തു വേണ്ടത്ര പരിശോധന നടത്താതെ, അത് ഫോറൻസിക് പരിശോധനയാണ് വേണ്ടത്, മെറ്റലർജിക്കൽ ഫോറൻസിക് പരിശോധന ആവശ്യമായ ഒരു 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 സന്ദർഭത്തിൽ ധൃതി പിടിച്ച് അത് വീണ്ടും അവിടെ പ്രതിഷ്ഠിച്ചതിന് പിന്നിലും എന്തോ ഒരു ദുരുദ്ദേശമില്ലേ? ഉല്ലാസ് ബാബു, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. അല്ല, നമ്മൾ എല്ലാ കാര്യത്തിനും കേൾക്കാലോ അല്ലേ? നമ്മൾ എല്ലാ കാര്യത്തിലും കൃത്യമായി തന്നെ മറുപടി പറഞ്ഞു പോകണമല്ലോ. ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ച ചോദ്യം ഒന്ന്, ആദ്യം ഇവർ പറഞ്ഞിരുന്ന കാര്യം ഇവർക്ക് അതിനകത്ത് കണക്കുകൾ ഉണ്ടായിരുന്നില്ല എന്ന്. കണക്കുകൾ ഇല്ലാത്ത സംഭവത്തിനെ എങ്ങനെയാണ് തിരിച്ചു വന്നപ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ ഉണ്ടായത്? എന്നാൽ വിതച്ചാലും കൊയ്താലും ഒരു കൊട്ട എന്ന് പറയപ്പെടുന്ന നിലപാടിലായിരുന്നു ആദ്യം. ഇപ്പൊ പറയുന്നു അതിനേക്കാൾ കൂടുതലുണ്ട് എന്ന്. രണ്ട്, ആ ആവേശം കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയവും ഇതിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യവും. അത് കൃത്യമാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങ് ചോദിച്ചു ഇന്നത്തെ ദിവസം അത് ചെയ്യുന്നതിൽ തൊണ്ടി മുതൽ നശിപ്പിക്കുന്നതിന് തുല്യമല്ലേ? പരിപൂർണമായിട്ടാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചെത്തിക്കുക എന്നുള്ളത് പോലീസിന്റെ ചുമതല. ഹൈക്കോടതി ഇടപെട്ട് പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥരും കൃത്യമായി ചെയ്ത് അല്ലെങ്കിൽ കള്ളന്മാരെ പിടിച്ച് കൊണ്ടുവരാം, അതൊക്കെ ശരിയാണ്. പക്ഷേ അവിടെ അവർക്ക് വിശ്വാസികൾക്ക് നഷ്ടം പറ്റിയ ഒരു സംഭവമുണ്ട്. കാരണം അൺകൗണ്ടബിൾ ആണ് ഇതിന്റെ വർഷവും അതേപോലെ തന്നെ ഇതിന്റെ ചൈതന്യവും ഒക്കെ. അതൊന്നും നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റുന്നതല്ല. ആ ചൈതന്യം, ഭഗവാന്റെ ചൈതന്യം വിശ്വാസത്തിന്റെ ഭാഗമാണ്, വിശ്വാസികൾ തൊഴുന്ന സംഭവമാണ്. ആ ചൈതന്യത്തെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഉരുപ്പിടികൾ മാറ്റിക്കൊണ്ട് പുതിയ മോൾഡുകൾ ഉണ്ടാക്കി ഉരുപ്പിടികളിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതും ജനങ്ങൾ സംശയിക്കുന്നതും. ആ കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകണം? അത് കൃത്യമായിട്ട് തന്നെ അതിന്റെ പഴക്കമടക്കം അന്വേഷിക്കണം. ആ അന്വേഷിക്കുന്ന സമയത്താണ് രവികുമാർ സാർ അടക്കമുള്ള ആളുകൾക്ക് മറുപടി ഇല്ലാതെ കിടന്ന് വലയുക. ഇനി അദ്ദേഹം പറഞ്ഞ നിരവധി കാര്യങ്ങൾ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇത് CPM-കാരാണോ? ഇത് രാഷ്ട്രീയക്കാരാണോ? ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരാണോ? അതാണ് സാറേ, അങ്ങ് തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞ പ്രകാരം 2007 ഇവൻ കള്ളനായിരുന്നു എന്ന് അങ്ങ് കണ്ടെത്തിയ കാര്യം ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു അന്ന് കോൺഗ്രസ് എന്ന് പറഞ്ഞു. അപ്പൊ ദേവസ്വം ബോർഡ് രാഷ്ട്രീയമില്ലെങ്കിൽ അത് കോൺഗ്രസ് ആണെന്ന് പറയാനുള്ള ആവേശം അങ്ങക്ക് എവിടെ വന്നു? രണ്ടാമത്തെ കാര്യം, സാർ ഇതിലെ രാഷ്ട്രീയമുണ്ട് സാർ. പിന്നെ അങ്ങ് പറഞ്ഞില്ല കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് നിയമം ഉണ്ടാക്കുന്നില്ല? അങ്ങക്ക് അറിവില്ലാത്തതാണോ? അത് പഠിച്ചാത്തതാണോ? അത് അറിവ് കുറവുള്ള പോലെ അഭിനയിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങ് നല്ല രാഷ്ട്രീയക്കാരനാണ്, അറിവില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായി അങ്ങ് അത് അഭിനയിക്കുന്നതായിരിക്കാം. എന്താണ് സാർ? ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സാർ. ഇപ്പൊ നിലവിലുള്ള കാര്യത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ ദേവസ്വം ബോർഡ് അധ്യക്ഷനായോ മെമ്പർമാരായോ വരുന്നത് ശരിയല്ല സാർ. അത് വരാറുമില്ല. ഇപ്പൊ ആക്റ്റീവ് പൊളിറ്റിക്സിലുള്ള ആളുകൾ ഇവിടെ കൃത്യമായി വരുന്നു. എന്തിനായിരുന്നു ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിനെ ഇമ്മീഡിയറ്റ് കേരളത്തിലെ ജനങ്ങളില്ലാതെ, നിങ്ങളുടെ പാർട്ടിയിൽ വിശ്വസ്തരില്ലാതെ, നിങ്ങളുടെ പാർട്ടിയിൽ വേറെ ആളുകളില്ലാതെ എന്തിനാണ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ അപ്പൊ തന്നെ വാസുവിനെ എടുത്ത് പ്രസിഡന്റ് ആക്കി കൊടുത്തത്? അത് കേരളത്തിൽ ആദ്യമാണ് കേട്ടോ സാർ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇവരുടെ കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരുത്തനെ പ്രസിഡന്റായി ഇരുത്തി എന്ന് പറയപ്പെടുന്ന അജണ്ട തന്നെയാണ്. രണ്ട്, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ആചാരങ്ങൾ, ഭഗവാൻ, വിശ്വാസം എന്നൊക്കെ പറയാൻ പഠിച്ചല്ലേ? ഗണപതി മിത്താണെന്ന് പറയുന്ന ഒരുത്ത സ്പീക്കറായി ഇരിക്കുന്നുണ്ടല്ലോ, അവനെ തള്ളിക്കളഞ്ഞോ നിങ്ങൾ? ഭഗവാനെ കല്യാണം കഴിപ്പിക്കാൻ ആയിരുന്നോ? ഭഗവാനെ കല്യാണം കഴിപ്പിക്കാൻ നടന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ, അവനിപ്പോ അവിടെ. രണ്ടാമത്തത്, അല്ല കടുക്കാവെള്ളം കുടിപ്പിക്കാൻ അല്ല പാലക്കാട് പ്ലേനത്തിനകത്തെ അവനവന്റെ പാർട്ടി ഒന്ന് പരിശോധിക്കാൻ പഠിക്കാം. പാലക്കാട് പ്ലേനത്തിലെ ഗണപതി ഹോമം നിങ്ങൾക്കറിയില്ലല്ലോ. അല്ല, പാർട്ടിക്കുള്ളിലെ അപ്പൊ പിന്നെ പാർട്ടിക്കാര് വിശ്വാസികളെ നയിക്കാൻ യോഗ്യരാണെന്ന് ഗീർവാണം തള്ളരുത് ഇവിടെ ഇരുന്നിട്ട്. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കാര് വിശ്വാസികളെയും ആചാരങ്ങളെയും ക്ഷേത്രങ്ങളെയും
ക്ഷേത്ര വിശ്വാസങ്ങളെയും ഭഗവാന്റെ നിങ്ങളെ ജനം തെരഞ്ഞെടുക്കാത്ത ഞങ്ങളുടെ കുഴപ്പമാണോ? കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുക്കാത്ത എന്റെ കുഴപ്പമാണോ? എന്റെ കുഴപ്പമാണോ? വിശ്വാസികളായി നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നില്ല, അത് എന്റെ കുഴപ്പമാണെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുക്കാൻ പറയൂ. വിശ്വാസികളായി നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് വിശ്വാസമില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായിരുന്ന് നിങ്ങൾ വിശ്വാസികളെയും ആചാരങ്ങളെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ല, അഭിമാനത്തും അപമാനവും ആണെന്നുള്ളത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് അഭിമാനം ഉണ്ടായിരിക്കാൻ പക്ഷെ ജനങ്ങൾ അപമാനമായി തോന്നുന്നു. അത് ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ. അത് ജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ട് തെരഞ്ഞെടുക്കുന്നില്ല? നിങ്ങളെ ഭാരതത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. ഞാൻ കൃത്യമായി പറഞ്ഞു. വിശ്വാസം സംരക്ഷിക്കുന്ന 140 മണ്ഡലങ്ങളിലും 3-ാം സ്ഥാനത്ത് ഇട്ടിരിക്കുന്നത് ഞങ്ങളുടെ കുഴപ്പമാണോ? പ്ലീസ് അതേ പറയട്ടെ. ഒരു CPM ആണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ മാന്യത ഉണ്ടാവുന്നില്ല. ഞാൻ കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയെയോ ഭാരതം ഭരിക്കുന്ന BJPയോ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJPയോ കുറ്റം പറയരുത് കേട്ടോ. ഒരു സംസ്ഥാനത്ത് മാത്രമല്ലല്ലോ ഈ ഇഡ്ലി പാർട്ടി. എന്നിട്ട് ഭാരതത്തിനെ കുറിച്ചും നരേന്ദ്രമോദിയെ കുറിച്ചും വിദേശ നയത്തെ കുറിച്ചും ഗീർവാണങ്ങൾ ഇളക്കാറുണ്ടല്ലോ. ആ ബ്രിട്ടാസിനെ പോലെയുള്ള, പിണറായി വിജയനെ പോലെയുള്ള, ആഗോളവൽക്കരണം ആ ബേബിയെ പോലെയുള്ള കുറച്ച് ആളുകൾ ഡൽഹിയിൽ പോയിരുന്നാൽ, പോളിറ്റ് ബ്യൂറോ തിരുവനന്തപുരത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ, സംസ്ഥാന കമ്മിറ്റി നാട്ടിൽ വന്നിരുന്നാൽ, ജില്ലാ കമ്മിറ്റി ആയിരിക്കുന്ന നിങ്ങളുടെ ആ കടലാസ് പെട്ടി പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ BJPയെ കുറിച്ചോ ഭാരതത്തെ കുറിച്ചോ അല്ലെങ്കിൽ വിദേശ നയങ്ങളെ കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാൻ വരരുത് കേട്ടോ. അങ്ങനെ നിങ്ങളൊന്നും ഭരിച്ചിട്ടില്ലല്ലോ, അവിടെ നിന്ന് ജയിച്ചിട്ടില്ലല്ലോ, ആ ഭാഗത്ത് എത്തിയിട്ടില്ലല്ലോ അല്ലേ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, രാഷ്ട്രീയത്തിനകത്ത് വിജയവും പരാജയവും വെച്ചിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ, രാഷ്ട്രീയത്തിനകത്ത് വിജയവും പരാജയവും വെച്ചിട്ടാണ് ഭാരതത്തിൽ ഒരു തവണ ഭരിക്കാൻ പറ്റിയിട്ടുണ്ടാ? ഒന്ന് പറ. ഇത്ര കാലം ഭരിച്ചില്ലേ, വർഷങ്ങളായില്ലേ, എന്നിട്ട് പടവലങ്ങ പോലെ ഒതുങ്ങി ഈ കേരളത്തിൽ മാത്രമായി വന്നില്ലേ? എന്താ കാരണം? ഇതാണ് ഈ കഴിവ് കുറവും ഈ പ്രാപ്തി കുറവും ഈ തൊടുന്യായം പറയലാണ് വിജയവും കാരണം. നിങ്ങളെ പോലെയുള്ള ആളുകൾ. രണ്ടാമത്തെ അല്ലല്ലോ പറഞ്ഞു കേട്ടോ. ഒരു കാര്യം ഈ പറയാണ്ട് പോകാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾ ചോദിച്ചേ, നിങ്ങളുടെ പാലക്കാട് പീഠത്തിൽ ഗണപതി ഹോമം വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ആചാരങ്ങൾ ആ സമയത്ത് നല്ലതെന്ന് തോന്നിയില്ല, വിശ്വാസങ്ങൾ ആ സമയത്ത് നല്ലതെന്ന് തോന്നിയില്ല. പിന്നെ അയ്യപ്പ സംഗമം നടത്തിയത് ഡെവലപ്മെന്റ്, ഏത് ഡെവലപ്മെന്റാണ് നടത്തിയെന്ന് പറഞ്ഞേ. നിങ്ങളുടെ 9.5 കൊല്ലക്കാലത്തെ അധികാര വിനിയോഗം നിങ്ങൾ ദേവസ്വം ബോർഡിൽ നടത്തിയിട്ട് ഈ 637 പേരും വെച്ചിട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമത്തിന് നിലവായ കാശ് ആരുടെയാ? കാശ് എവിടെ നിന്ന് എടുത്ത? നിങ്ങൾ എന്തിനാ നിങ്ങൾ ആ കാശ് എടുത്ത് അയ്യപ്പ സംഗമം നടത്തിയത്? ലോക കേരള സഭ നടത്തുന്ന പോലെ നിങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ എന്തിനാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ശബരിമലയിൽ നടപ്പിലാക്കാൻ പോലും കഴിവില്ലാത്ത മന്ത്രിയും ആ മന്ത്രിയുടെ കീഴിലുള്ള കുറെ ആളുകളും കൂടി നിങ്ങൾ സമൂഹത്തെ പറ്റിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനത്തെ വികസനത്തിന്റെ പാതയിൽ നിങ്ങൾ നയിച്ചതാണെന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കാനായിട്ട് കേരളത്തിലെ വിശ്വാസികൾ പൊട്ടന്മാരാ? അങ്ങനെയാണെങ്കിൽ നവോത്ഥാന മതിൽ നിങ്ങൾ എന്തിനാ കെട്ടിയേ? അയ്യപ്പന് എതിരെ നിങ്ങൾ നവോത്ഥാന മതിൽ കെട്ടിയവരല്ലേ? നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പരാജയപ്പെട്ട നവോത്ഥാന മതിലില്ലേ? എല്ലാ സ്ത്രീകളും നിരത്തി ആ നവോത്ഥാന മതിൽ കെട്ടിയ നാണവുമില്ലാതെ വർഷങ്ങൾ കഴിഞ്ഞ സമയത്ത് എന്താ നയം മാറ്റി പിടിച്ച മുരുക സംഗമം നടക്കാൻ കണ്ടപ്പോ പിണറായി വിജയന് തോന്നിയല്ലേ ഇവിടെ അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളെ അങ്ങ് പറ്റിച്ചു കളയാമെന്ന്? ഇതല്ലല്ലോ, ഏകപക്ഷീയമല്ലെന്ന് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെട്ടോണ്ടല്ലേ? ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടല്ലേ? ശബരിമല അയ്യപ്പന്റെ സ്വർണവും ശബരിമല ക്ഷേത്രത്തിലെ സ്വർണവും കാട്ടുകൊണ്ടുപോയി വിറ്റിട്ട് കാട്ടുകൊണ്ടുപോയി നാട് മുഴുവൻ നടന്ന് അഭ്യാസം കളിച്ചിട്ട് അതിന് സമ്പൂർണ്ണമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതേപോലെ തന്നെ ദേവസ്വം മെമ്പർമാരും അതേപോലെ മന്ത്രിമാരും കൂട്ടുനിന്നിട്ട് അങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചിട്ട് ക്ഷേത്രങ്ങൾ അങ്ങനെ കൊള്ളയടിച്ച് അങ്ങോട്ട് സുഖിച്ചിട്ട് അതങ്ങോട്ട് പിടിച്ചപ്പോഴേ, അതങ്ങോട്ട് കോടതി ഇടപെട്ടപ്പോഴേ, അതങ്ങോട്ട് അന്വേഷിക്കാൻ പറഞ്ഞപ്പോഴേ പൊള്ളിയിട്ട് കാര്യമില്ല. ജനങ്ങള് കൃത്യമായിട്ട് നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. ഒരു പൊള്ളലും ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയാനും ഇപ്പൊ പറഞ്ഞത് ഒരു നാണവുമില്ലാത്ത ഭാഗമായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം.
ഞാൻ ചോദിച്ചോട്ടെ, ശബരിമലയിലും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് അധികാരമുണ്ട് സാർ? പിന്നെ നിങ്ങൾ ചോദിച്ചു അട്ടിപ്പാറ അവകാശം ഞങ്ങൾക്കുണ്ടെന്നേ. ശബരിമലയെ തകർക്കാനായിട്ട് അതിനെതിരെ നേരിട്ട് അതിനെതിരെ ഭക്തരാ. ഭക്തർക്ക് വേണ്ടി കല്ലെറിഞ്ഞവരാ, പ്രവർത്തകരെ ജയിലിലടച്ചവരാ, പ്രവർത്തകരെ ലാത്തിക്കൊണ്ട് വീശിയവരാ. ഒരു മിനിറ്റ്